കൂട്ടുകാർക്ക് നമസ്കാരം. കസീം ഭായി ആണ് ഗൈസ്. ഞങ്ങളുള്ളത് നല്ല വൈബുള്ള സ്ഥലത്താട്ടോ. ഞങ്ങൾ പാടം കാണാൻ വേണ്ടി വന്നതാട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ഒരു പാടമാണ്. ഇത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമ്മുടെ കൊട്ടഞ്ചരം പേരാവൂര് കൊട്ടഞ്ചരം എന്ന സ്ഥലത്താണ്. പളയങ്കാട് വയലൊക്കെയാണ്. ഇവിടെ എൻ്റെ പെങ്ങളെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ വന്നേട്ടോ. സംഭവം ഇവിടെ വന്നപ്പോഴാണ് ഒരു സംഭവം അറിഞ്ഞത്. ഈ ചിപ്പു ഇതുവരെ നെല്ല് കണ്ടിട്ടില്ല. അപ്പോൾ ചിപ്പു പറഞ്ഞു നമ്മൾ സ്കൂളിൽ പഠിച്ചീന്. അപ്പോൾ സംഭവം ഇതാണ് നെല്ല് അല്ലേ ചിപ്പു? ആയിട്ടാണ് നെല്ല് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇതിൽ നിന്നാണ് നെല്ല് കുത്തിയിട്ടാണ് നമ്മൾ ചോറ് തിന്നുന്നത് കേട്ടോ. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു പാടം ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം. നമ്മൾ പണ്ടൊക്കെ ഇതുപോലെ പാടം കണ്ടാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇപ്പം അവിടെ പാടം പോയിട്ട് ഒരു വലിയ ബിൽഡിങ്ങുകളും ടൗണുകളൊക്കെ വരെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ വളയങ്കാട് ഈ പാടം എന്ന് പറഞ്ഞ വളയങ്കാട് എന്നാണ് തോന്നുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊട്ടഞ്ചരം എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിനാണ്. കൊട്ടഞ്ചരത്തുനിന്നും മണത്തടേനും നടുക്ക് ഭാഗത്തായിട്ടുണ്ട്. അങ്ങനെ കുങ്ങ് വരെ കിടപ്പുണ്ട്. അങ്ങേ ഭാഗത്ത് വാഴക്കൃഷിയുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പാടം ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്തിന് ഏകദേശം അടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലൊക്കെ നല്ല വിളഞ്ഞ സമയമാണ് കണ്ടോ. ഞാൻ കാണിച്ചു തരാം. അതാ വരക്കില്ലേ, ഇതാ നെല്ല് നല്ല വിളഞ്ഞ സമയം കേട്ടോ. ഏകദേശം ഇത് കൊയ്യാറായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഓർമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ പിന്നെ സ്കൂൾ അവധിക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് മതിക്കുമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ കൂടെ വന്നിട്ട് സ്കൂളിലൊക്കെ അവധിയുള്ള സമയത്തോട് ചേച്ചിയുടെ അടുത്ത് വരും. അപ്പം അവരിവിടെ ഇങ്ങനെ കൊയ്ത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകും. കറ്റൊക്കെ തലയിലൊക്കെ ഇട്ടിട്ട് അവരെ വീടുകളിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. അവർക്ക് കുറേ പാടമുണ്ട്. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ സുബിതേച്ചിൻ്റെ വീട് അതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചേർത്തിയുടെ കണ്ടുണ്ട്, അത് അതിൻ്റെ അപ്പുറമാണ്. ആ ചേർത്തിയുടെ പേര് ഇപ്പോഴേക്കും ഓർമ്മയുണ്ട്. അക്കമ്മ ചേർത്തി എന്നാണ് വിളിക്കുക. അക്കമ്മ ചേർത്തി ഇപ്പോൾ വെച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പുട്ടും കൂടെ ഒക്കെ താഴെ വീണ് ചിളങ്ങിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതെൻ്റെ പെങ്ങളെ ഒരുപാട് ചീത്ത പറഞ്ഞു പേടിച്ചിരുന്നൊക്കെ ഓർമ്മയുണ്ട്. വെള്ളത്തിൽ കൊണ്ട് എന്നെ പാടത്തോട്ട് പറഞ്ഞു വിട്ടതാണ്. പക്ഷെ അത് കുറേ അങ്ങ് പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് കുടം തിളങ്ങിപ്പോയി. പുട്ടും കുടത്തിൽ തന്നു വിട്ടത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. മുക്കോം വന്നിട്ടാ മുക്കോം മീനും പിടിച്ചോണ്ട് നടക്കുക. എടാ ഇതാ അവൻ ആ തോട്ടിലെ മീനും കോപ്പെല്ലാം നോക്കിയോണ്ട് നടക്കുക. എല്ലാം കിട്ടിയാ? പിന്നെ ഷിഫാനന്റെ കാര്യം പറയണ്ട. അവളാണ് ഈ കണ്ടം കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ആദ്യം തുള്ളിയത് കേട്ടോ. ചിപ്പുന് പിന്നെ കണ്ടം പാടെന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയാത്തോണ്ട് വലിയ കാര്യമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തെയാണ് മൂപ്പത്തിയാർ ഇതാണ് കണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ നെല്ലിനെ കുറിച്ചും പാടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഈ നെല്ലിനെ കൊണ്ടാണ് നമ്മൾ അരി ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഈ കുറച്ച് ഭാഗത്ത് ഇവിടെ നെല്ലിടാത്ത ഭാഗമുണ്ട് കേട്ടോ. അവിടെയാണെങ്കിലും അതിനും മനോഹരമായിട്ടുള്ള ഒരു സൈസ് പുല്ല് കിളുത്ത് നിൽപ്പുണ്ട്. നമ്മുടെ പശുവിനൊക്കെ ചെത്തി കൊടുക്കുന്ന സൈസ് നല്ല പുല്ലാട്ടോ. പക്ഷെ അതിന് എന്താ പറയാ, ചെറിയ പൂത്തരിയൊക്കെ വന്നിട്ട് അത് മനോഹരമായിട്ടാട്ടോ നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കടപ്പുറത്ത് പോയാലും ഈ പാടത്ത് പോയാലും ഉണ്ടല്ലോ നമുക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല. പക്ഷെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇവിടെ ഒത്തിരി ഓടി നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അന്നൊന്നും ഇത്രയും ഭംഗിയൊന്നും ഈ പാടത്തിനുണ്ടെന്ന് തോന്നില്ല. അങ്ങനെ പിള്ളേരെ ആർമാദിച്ച് കളിക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഞാനും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ ഓണക്കാലത്ത് അത്തപ്പൂ ഇടുന്നതിന്റെ കൂടെ ചേർക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ ഈ പാടവറമ്പത്തും ഈ പാടത്തിന്റെ ഇടയിൽ കൂടി ഉണ്ടാകുന്ന സാധനം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെനയില്ലേ അതുപോലെ ഉണ്ടാവും. ഇത് നമ്മള് പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ അത്തപ്പൂ മത്സരത്തിന് വേണ്ടിയിട്ട് പാടത്തൊക്കെ നടന്ന് പറിച്ച് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അത് പാടത്തിന്റെ ഓരത്ത് ഇതുപോലത്തെ ഒരു തോടുണ്ട് കേട്ടോ. പാടത്തിലെ എല്ലാ വെള്ളങ്ങളെയും വലിച്ചു വാരി കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു തോടാണ് കേട്ടോ. ഈ ഒരു തോട്ടിലാട്ടോ ഞങ്ങളിവിടെ കുളിക്കാറ്. മഴക്കാലം ഈ തോട്ടിൽ വെള്ളം വറ്റാണ്ടുണ്ടാവും. താഴെ ഭാഗത്ത് കുറച്ച് അലക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലെ കാടുകളൊക്കെ പറിച്ച് പിന്നെ നീന്തലും കൂടി എല്ലാം ഈ തോട്ടിലായിരുന്നു. അതൊക്കെ ഒരു വേറെ കാലം കേട്ടോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ തോടൊക്കെ ഉണ്ടെങ്കിലും ആരും കുളിക്കാനൊന്നും വരില്ല. എല്ലാവരും ഷവറിൻ്റെ ചോട്ടിലായില്ലേ കുളിയൊക്കെ.
പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ പുഴയിലൊക്കെ പോകും കേട്ടോ. അതും വിരളം മാത്രം. അങ്ങനെതാ കുട്ടികൾ കിടന്ന് തിമിർത്ത് കളിക്കുക കേട്ടോ. മേഘങ്ങൾ ഓടി മറയുന്ന നീലാകാശത്തിന് ചുവട്ടിലെ ഈ പാടത്തിലെ ഞാനും മക്കളും അങ്ങ് തിമിർത്താടിട്ടോ. സന്തോഷം എന്നുള്ളത് ആരും നമുക്ക് കൊണ്ടു തരില്ല. കീശ നിറച്ച് കാശുണ്ടെന്ന് വിചാരിച്ച് സന്തോഷം കയ്യിൽ വരില്ല. ഇത് രണ്ടും ഉണ്ടായിട്ട് നമുക്ക് സന്തോഷിക്കാനും പറ്റില്ല. അപ്പോൾ ഉള്ള സമയം ഉള്ള നേരം നാളെ ജീവനോടെ ഉണ്ടോ എന്നറിയുന്ന പോലും ഇല്ലാത്തോടത്തോളം കാലേ നമ്മളങ്ങ് സന്തോഷിക്കുക കേട്ടോ. ആ ഒരു നേരം അങ്ങോട്ട് സന്തോഷിക്കുക തന്നെ. ഇന്ന് ഈ പാടത്തു കൂടെ ആടി തിമിർത്ത് പാടി കളിച്ച് രസിച്ച് നടക്കുമ്പോഴേ മനസ്സിലവിടെ ഒരു വിങ്ങലും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഈ പാടത്തിൻ്റെയും ഈ തോടിൻ്റെ പക്കത്തും കുറച്ച് നല്ല സ്നേഹമുള്ള മനുഷ്യരുടെ വീടുകളുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണക്കുട്ടിച്ചേട്ടനും സുമിതേച്ചിയും അപ്പുറത്തെ കുഞ്ഞുട്ടിച്ചേട്ടനും അങ്ങനെ കുറേ ആൾക്കാർ വീടുകൾ കേട്ടോ. എൻ്റെ ചേച്ചീനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന സ്ഥലം കേട്ടോ കൊട്ടഞ്ചുരം എന്നുള്ളത്. ഞാൻ 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴായിരുന്നു അവളുടെ കല്യാണം. ആ സമയത്ത് അവൾ വന്ന് പെട്ടൊരു സ്ഥലം കേട്ടോ. ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരും ഈ പാടവും പറമ്പൊക്കെ അവൾ അതിനോടൊപ്പം തന്നെ ജീവിക്കുകയായിരുന്നു കേട്ടോ. ഈ പാടത്ത് കൊയ്യാനും കറ്റ കെട്ടാനും മെതിക്കാനൊക്കെ അവൾ അന്നേ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയും ജീവിത രീതിയൊക്കെ ആയിരുന്നു ഇവിടെ കേട്ടോ. പക്ഷെ അപ്പോഴും അവൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ അളിയനും ഉണ്ടായിരുന്നു കേട്ടോ. അളിയൻ മരിച്ചിട്ട് ഇന്നത്തേക്കൊരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ കുഞ്ഞുട്ടിച്ചേട്ടനും ഈ പറയുന്ന നമ്മുടെ കൃഷ്ണകുട്ടിച്ചേട്ടനൊന്നും ഇന്ന് നമ്മുടെ കൂടെയൊന്നും ഇല്ല കേട്ടോ. അന്ന് കൊയ്യാൻ പോയാൽ അന്ന് കിട്ടുന്നത് ഓരോ പാട്ട അളവിലാട്ടോ. 6 പാട്ട നെല്ല് അളന്നു കഴിഞ്ഞാൽ 1 പാട്ട അളവിൽ പണിക്കാർക്ക് കൊടുക്കും. അതാട്ടോ അന്നത്തെ കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെങ്ങളെ വീട്ടിലൊക്കെ അരിക്ക് ഒരു പഞ്ഞവും ഇല്ലാത്തൊരു കാലമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് റേഷനിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങളാണെങ്കിലും നല്ല കുത്തരിയിലൊക്കെയാണ് ചോറ് വെച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ ചങ്ങാതി ജെയ്സന്റെ വീട്ടിലും പോയേ. അങ്ങനെ കുത്തുപാൾ എടുത്തു കിട്ടോ അന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് കഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഫോളോ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ കസിംബായിനെ ഫോളോ ചെയ്ത് കൂട്ടുകൂടിക്കോട്ടോ. പുതിയ വീഡിയോയും പുതിയ വിശേഷമായിട്ട് നമുക്കെന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.